ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 77. ജരാസന്ധ യുദ്ധം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. സൈരന്ദ്ര്യാസ്തദനുചിരം സ്മരാതുരായ യാദോ ഭൂസുലളിതമുദ്ധവേന സാർദ്ധം ആവാസം തതുപഗമോത്സവം സദൈവ ധായാന്ത്യാ പ്രതിദിനവാസ സജീകായാഃ. അന്വയം. അർത്ഥം. തദനു അനന്തരം, ചിരം വളരെക്കാലമായിട്ട്, സ്മരാതുരായാഹ കാമവേദനയോടു കൂടിയവളും, സദാ എപ്പോഴും, തതുപഗമോത്സവം ഏവ അങ്ങയുടെ വരവ് കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തെ തന്നെ, ധ്യായാന്ത്യ ധ്യാനിക്കുന്നവളും, പ്രതിദിന വാസസജീകായ എപ്പോഴും അലങ്കാരം ചെയ്തു അങ്ങയുടെ വരവ് കാത്തിരിക്കുന്നവളുമായ സൈരന്ധ്രിയുടെ സുലളിതം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആവാസം വാസഗൃഹത്തിലേക്ക് ഉദ്ധവേന സാർദ്ധം ഉത്തമനോടുകൂടി യാതക അഭു അങ്ങ് യാത്ര തിരിച്ചവനായി. ഹരിവും. സാരം. കൃഷ്ണൻ പറഞ്ഞ വാക്കനുസരിച്ച് വളരെക്കാലമായി ഭഗവാനെ ഉത്കണ്ഠയോടുകൂടി പ്രതീക്ഷിച്ച് ഗൃഹവും തന്നെയും അതിമനോഹരമായി അലങ്കരിച്ച ഭഗവാനെ സമർപ്പിക്കപ്പെട്ട പൂജാപുഷ്പമായി സ്വയം കരുതിയിരിക്കുന്ന കുബ്ജയോടെ ചെയ്ത വാഗ്ദാനം പാലിക്കാനായി ഭഗവാൻ ഉദ്ധവനോടൊന്നിച്ച് അവളുടെ മനോമോഹനമായ ആലയത്തിലേക്ക് പോയി. ഹരിവും. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദധീം മുദാ രഹസ്യീത്താം രമയാഞ്ച കൃഷേ സുഖം. അന്വയം. അർത്ഥം. ത്വയി അങ്ങ്, ഉപഗതേ അടുത്തു വന്നപ്പോൾ, പൂർണ്ണ മനോരഥാം മനോരഥം പൂർണ്ണമായി തീർന്നവളും, പ്രമദ സംഭ്രമ കമ്പ്ര പ്രയോധരാം സന്തോഷ കൂടുതൽ കൊണ്ടുണ്ടായ സംഭ്രമം നിമിത്തം ഇളകുന്ന കുജങ്ങളോടു കൂടിയവളും, വിവിധ മാനനം പലതരം പൂജകളെ ചെയ്യുന്നവളും ആയ താം അവളെ, രഹസ്യ ഏകാന്തതയിൽ, മുദാ സന്തോഷത്തോടുകൂടി, സുഖം സുഖമായി, രമയാഞ്ച കൃഷി അങ്ങ് രമിപ്പിച്ചു. അയ്യോ. സാരം. ഭഗവാൻ അടുത്തു വന്നപ്പോൾ മനോരഥമെല്ലാം സാധിച്ചവളും ആനന്ദ അതിശയം കൊണ്ടുണ്ടായ സംഭ്രമത്താൽ ഇളകുന്ന കുജങ്ങളോടു കൂടിയവളും പലതരത്തിൽ ഭഗവാനെ മാനിക്കുന്നവളുമായ ആ കുബ്ജയെ ഏകാന്തതയിൽ സന്തോഷത്തോടും സുഖത്തോടും കൂടും വണ്ണം ഭഗവാൻ രമിപ്പിച്ചു. ഹരിവും.